أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1775 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളുടെ പഠനത്തിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ലഖീതുമുൽ ലദീന കഫറൂ ഫദർബർ റിഖാബ് ഹത്താ ഇദാ അസ്ഖൻതുമൂഹും ഫശുദ്ദുൽ വസാഖ് ഫഇമ്മാ മന്നൻ ബഅദു വഇമ്മാ ഫിദാഅ حتى طلع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم صدق الله العلي العظيم. സൂറത്ത് മുഹമ്മദിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏറെ വിശദാംശങ്ങളോടുകൂടി പരിചയപ്പെടുത്തുകയുണ്ടായി. വളരെ സുപ്രധാനമായ പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് ഹിജ്റ നിർവഹിച്ചതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ അവതരിച്ച ഈ സൂറത്തിലെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തുകൾ നിർണായകമായ വളരെയേറെ പ്രാധാന്യമുള്ള പല നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. വിശേഷിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഏറെ ശ്രദ്ധ പതിയേണ്ട വിധത്തിലുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഏകദേശം ഇതേ ഘട്ടത്തിൽ മുന്നേയും ശേഷവും ഒക്കെയായിട്ട് അവതരിപ്പിക്കപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ആയത്തുകൾ ചേർത്തുവെച്ച് അതിലടങ്ങിയിട്ടുള്ള സൂചനകളും നിർദ്ദേശങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും. ഇവിടെ സൂറത്ത് മുഹമ്മദിലെ ഈ 4-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്ത് ഹജ്ജിലെ അൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്തുൽ അൻഫാലിലെ 67 മുതൽ 69 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്തുകളിലൊക്കെയും തന്നെ
ഇതൊക്കെ അടുത്തടുത്ത കാലങ്ങളിലായിട്ട് അവതരിച്ച സൂറത്തുകളാണ്, ആയത്തുകളാണ്. ഈ ആയത്തുകളിലായി യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പാലിക്കപ്പെടേണ്ട മര്യാദകളൊക്കെ വിശദമാക്കപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തില് യുദ്ധം അനുവദനീയമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പ്രസ്താവന നൽകപ്പെട്ടു. അതിനെ തുടർന്ന് യുദ്ധം ചെയ്യാനുള്ള കൽപ്പന ഉണ്ടാകുന്നു. അതിനിടക്കായി യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിധത്തില് ഇവിടെ സൂറത്ത് മുഹമ്മദില് ഈ 4-ാമത്തെ ആയത്തിലടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കപ്പെട്ടു. അതുപോലെ ഇതിനെ തുടർന്ന് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. പിന്നീട് ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട ചില ആളുകളുടെ ആ നടപടി സംബന്ധമായി ചില ആളുകളെ ബന്ദികളായി പിടിക്കപ്പെട്ട ആ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആയാത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ. അതിൽ ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലെ ചില സൂചനകള് കൂടുതൽ ഫലപ്രദമാവുന്ന വിധത്തില്, പ്രയോജനകരമാവുന്ന വിധത്തിൽ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വ്യക്തമാക്കപ്പെട്ടുള്ള ഇതിലെ 4-ാമത്തെ ആയത്തിൽ ഫൈദാ ലഖീതുമുൽ ലദീന കഫറു ഫദർബർ റിഖാബ് എന്ന് തുടങ്ങുന്ന ഈ ആയത്തില് ചില വ്യക്തമായ സൂചനകൾ അല്ലാഹു നൽകുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം, മുസ്ലിം സമൂഹം ശത്രുക്കളുമായി പോരാട്ടത്തിൽ ഏർപ്പെടുന്ന, അങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്ന ഘട്ടത്തില് യുദ്ധത്തിന്റെ ലക്ഷ്യമായിട്ട് എന്താണ് കാണേണ്ടത് എന്നത് ഈ ആയത്തിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ തന്നെ യുദ്ധം ഒരു ഇന്നലെ സൂചിപ്പിച്ച വിധത്തില് വളരെ ലാഘവത്തിൽ കാണേണ്ട, തമാശയായി കാണേണ്ട, ഒരു നേരം പോക്ക് പോലെ പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അത് ഗൗരവത്തിൽ തന്നെ കാണുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ സംഗതികൾ പാളിപ്പോകും. യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഈ ഏറ്റുമുട്ടലിന് നിർബന്ധിതരായ മുസ്ലിം സംഘത്തിന് അവരുടെ കരുത്തും ശക്തിയൊക്കെ ക്ഷയിച്ചു പോകുന്ന, അത് അവരുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന വിധത്തിലായി മാറും. അതുകൊണ്ട് യുദ്ധത്തിനെ ലക്ഷ്യമായിട്ട് കാണേണ്ടത് തന്നെ ശത്രുക്കളുടെ ആക്രമണ ശേഷി നശിപ്പിക്കുക എന്നതാണ്. ശത്രുവിനെ അടിച്ചൊതുക്കുക എന്നതാണ്. അതിലൂടെ അവരെ ദുർബലമാക്കുകയും അവര് മുസ്ലിം പക്ഷത്തെ ആക്രമിക്കാനും പ്രഹരിക്കാനും ഒക്കെയുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആക്രമണ ശേഷിയെ തകർക്കുക എന്നതാണ് അതില് ലക്ഷ്യം വെക്കേണ്ട ഒരു സംഗതി. അങ്ങനെ ആവുമ്പോഴേ സമാധാനം പുലരുകയുള്ളൂ. തുടർന്ന് യുദ്ധം ആവശ്യമാവാത്ത ഒരു സാഹചര്യം സംജാതമാവുകയുള്ളൂ. അവർക്ക് തുടർന്ന് യുദ്ധം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരെ പോരാട്ട വീര്യം ഇല്ലാത്തവരാക്കി മാറ്റണം ശത്രുക്കൾ. അതിനു വേണ്ട വളരെ കടുത്ത പോരാട്ട നടപടി തന്നെ സ്വീകരിക്കണം എന്നതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അവരുടെ ആത്മവിശ്വാസം തകരണം. അങ്ങനെ യുദ്ധക്കളത്തിൽ തന്നെ അവര് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, ദൗർബല്യം വെളിപ്പെട്ട ഒരു
സംഘമായിട്ട് മാറണം. ആ വിധത്തിലുള്ള പ്രഹരമാണ് അവരെ ഏൽപ്പിക്കേണ്ടത് എന്നാണ് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സൂചന. അതുകൊണ്ടാണ് ഇവിടെ ഫൈദാ ലഖീതുമുല്ലദീന കഫറു ഫദർബ റിഖാബ് എന്ന് പ്രത്യേകം അല്ലാഹു പറയുന്നത്. അവരുടെ മുതുകിന് വെട്ടണം എന്നുള്ള നിലയ്ക്കാണ്, പെരടിക്ക് വെട്ടണം എന്ന നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നത് ആത്മവീര്യം തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോഴേ യുദ്ധം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ശത്രുപക്ഷം അവരുടെ ദൗർബല്യം വെളിപ്പെട്ടതാവുകയും അതുപോലെ ആത്മവിശ്വാസം തകർന്നതാവുകയും ചെയ്യുള്ളൂ. അപ്പോഴാണ് അവരെ ബന്ദികളായി പിടികൂടാനും അവരെ കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുക, അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക ആ ആത്മവീര്യം തകർന്ന അവസ്ഥയിലാകുമ്പോൾ ആണ്. ഇതാണ് സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം. മറ്റൊരു സംഗതി അതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഹത്തായിദ അസ്ഖൻതുമൂഹും, നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തി വിധേയരാക്കി കഴിഞ്ഞാൽ അതുവരെ അവരോട് ശക്തമായ പ്രഹരം അവരുടെ നേരെ നടത്തണം എന്ന് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവര് അടിച്ചൊതുക്കി കഴിഞ്ഞാൽ, അവര് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ ഫശുദ്ദുൽ വസാത്ത്, അവരെ ബന്ദികളായി പിടികൂടി കെട്ടിവരിഞ്ഞ് അവരെ ബന്ധനസ്ഥരാക്കണം എന്നതാണ് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ബന്ദികളാക്കപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് സാധ്യതകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫഇമ്മ മന്നം ബഅദു വ ഇമ്മ ഫിദാ, ഒന്നുകിൽ അവരോട് ഉദാരമായ സമീപനം സ്വീകരിക്കാം, അതല്ലെങ്കിൽ അവരോട് പ്രായശ്ചിത്തം വാങ്ങിച്ചുകൊണ്ട് അവരെ വിട്ടയക്കുകയും ചെയ്യും. ഈ രണ്ട് രീതികളാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ പിടിക്കപ്പെട്ട ആളുകളുടെ, ഇങ്ങനെ ബന്ധനസ്ഥരാക്കപ്പെട്ട ആളുകളുടെ കാര്യത്തില് ഈ രണ്ട് രീതികളാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ അവരോട് ഉദാരമായ സമീപനം സ്വീകരിക്കാം, അതല്ലെങ്കിൽ മോചനദ്രവ്യം, പ്രായശ്ചിത്തം ഈടാക്കിക്കൊണ്ട് അവരെ വിട്ടയക്കാം. ഇതാണ് നിർദ്ദേശം. തടവുകാരായി പിടിക്കപ്പെട്ടവരെ ഒരു പൊതു നിയമം എന്ന നിലക്ക് ഇസ്ലാം ഉദാരമായ സമീപനം അവരോട് സ്വീകരിക്കണം എന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി തന്നെ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ ഒരു പൊതു നിയമം എന്ന നിലക്ക് വധിക്കാൻ പാടില്ല, അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തില് കൃത്യമായ മാതൃകയും അതുപോലെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളതും കാണാം. ഖുർആന്റെ നിർദ്ദേശവും അവരെ വളരെ മാന്യമായി അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ മാന്യമായ വിധത്തിലാവണം. യുദ്ധത്തില്, പോരാട്ടത്തില്, പോർക്കളത്തില് ഏറ്റുമുട്ടുകയും അവരെ മുതുകൊടിക്കുന്ന വിധത്തിൽ അവർ പ്രഹരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നിർദ്ദേശിക്കപ്പെട്ട അതേ സന്ദർഭത്തിൽ പിടിക്കപ്പെട്ട് ബന്ദികളായ ആളുകളെ, തടവുകാരായി പിടിക്കപ്പെട്ടവരെ വധിക്കാൻ പാടില്ല, അവരെ വളരെ മാന്യമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്നതാണ് നിർദ്ദേശം. ഇത് പൊതു നിയമമാണ്. യുദ്ധത്തിന്റെ ഘട്ടത്തിൽ, ഏറ്റുമുട്ടലിന്റെ ഘട്ടത്തിൽ മാത്രമേ സൈനികരെ വധിക്കാൻ പാടുള്ളൂ. ഇതാണ് നിർദ്ദേശം. ബന്ദികളായി പിടിക്കപ്പെട്ട അവസ്ഥയില് മാന്യമായ പരിചരണം അല്ലെങ്കിൽ മാന്യമായ ട്രീറ്റ്മെന്റ് ആണ് നൽകേണ്ടത് എന്നതാണ്. അവരെ ഉപദ്രവിക്കാനോ വധിക്കാനോ ഒന്നുള്ള അനുവാദമില്ല. അതേസമയത്ത് അപൂർവം ചില ആളുകളുടെ കാര്യത്തില് ഈ ഉദാര സമീപനം മാറ്റിവെച്ചുകൊണ്ട് അവർക്കെതിരില് നടപടി സ്വീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളെ പ്രത്യേകം തടവുകാരായി പിടിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ അവരെ അതിനെ തുടർന്ന് കൊന്നുകളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും നടപ്പിലാക്കപ്പെടുകയും ഒക്കെ ചെയ്ത സംഗതികളുണ്ട്. അങ്ങനെ ചില സംഭവം, ഈ പൊതുവായിട്ട് ഉള്ള നിർദ്ദേശം അവരെ യാതൊരു നിലക്കും ദ്രോഹിക്കുകയോ കൊന്നുകളയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ചില
കേസസിൽ അങ്ങനെ മറിച്ച് അവരെ വധിച്ചു കളയാനുള്ള നിർദ്ദേശമൊക്കെ നൽകപ്പെട്ടത് കാണാൻ കഴിയും. അത് അവരത് അർഹിക്കുന്ന വിധത്തിലുള്ള അക്രമം ചെയ്ത ആളുകളായതിന്റെ പേരിലാണ്. മറ്റൊന്ന്, ഈ യഥാർത്ഥത്തില് ഈ തടവുകാരായി പിടിക്കപ്പെട്ടവരെ വധിക്കാൻ പാടില്ല എന്നത് ഒരു കണിശമായ സ്പഷ്ടമായ നിർദ്ദേശമായിട്ടൊന്നും ഖുർആനിൽ വന്നിട്ടില്ല. അതിവിടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ 4-ാമത്തെ ആയത്തിലെ സൂചനയുടെ അടിസ്ഥാനത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്രീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ചില ഔചിത്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ഒരു ഡിസ്ക്രീഷനോട് കൂടി വിലയിരുത്തിക്കൊണ്ട് ചിലരുടെ കാര്യത്തിൽ പ്രത്യേകമായ നടപടി നടപ്പിലാക്കിയിട്ടുണ്ടായിട്ടുണ്ട് എന്നതും കാണാൻ സാധിക്കും. ഇക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വ്യക്തികളുടെ കാര്യത്തിൽ സ്വീകരിച്ച അവരെ കൊന്നുകളയാൻ നിർദ്ദേശം നൽകിയ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ ഈ തടവുകാരുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട ഈ നടപടിയുടെ ഒരു എക്സംഷൻ ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. അതൊരു പൊതു നിയമമല്ല. പൊതു നിയമം അവരെ ഉദാരമായ സമീപനത്തോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ബദർ യുദ്ധത്തെ തുടർന്ന് 2 തടവുകാരായി പിടിക്കപ്പെട്ട 2 പേരെ കൊന്നുകളയുകയുണ്ടായിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തെ തുടർന്ന് ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് അങ്ങനെ കൊന്നുകളഞ്ഞത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ട് കൊന്നുകളഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതൊക്കെ തടവുകാരുടെ കാര്യത്തിൽ പാലിക്കപ്പെടേണ്ട രീതികളുടെ ഒരു എക്സംഷൻ ആയിട്ട്, ഒരു അപവാദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം തന്നെ നടപ്പിലാക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ തടവുകാരോട് ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കണം. മന്നൻ എന്നിവിടെ സൂചിപ്പിച്ചല്ലോ. ഇമ്മ മന്നൻ ബഅദു വ ഇമ്മ ഫിദാഅൻ. ഈ ഉദാരമായ സമീപനം എന്നത് പല തലങ്ങളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അവരോട് മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിക്കുന്നു എന്നത് ഒരു ഉദാരമായ സമീപനം തന്നെയാണ്. കൊന്നുകളയുന്നില്ല, അവർക്കെതിരെ ദ്രോഹ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അവരെ മോചനദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് വിട്ടയക്കുക എന്നൊരു നടപടി ഒരു സാധ്യതയാണ്. അതുപോലെ വേറെ ഒന്ന്, ഈ തടവുകാരായി പിടിക്കപ്പെട്ടവരെ അവരെ വധിക്കുകയോ അല്ലെങ്കിൽ ദീർഘകാലം തടവിലിടുകയോ ചെയ്യുന്നതിന് പകരം മുസ്ലിം സമൂഹത്തിലെ ചുമതലാബോധമുള്ള ആളുകളുടെ ഭൃത്യന്മാരായിട്ട് അവരെ ഏൽപ്പിക്കുക എന്നതാണ്. അതാണ് വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകൾ എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അവര് അടിമകളല്ല, അവര് കാപ്റ്റീവ്സ് ആണ്, യുദ്ധത്തടവുകാരാണ്. യുദ്ധത്തടവുകാരെ അവരോട് മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സമൂഹത്തിലെ ചുമതലാബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ചില ആളുകളെ അവരുടെ ഭൃത്യന്മാരായിട്ട് അവരെ ഏൽപ്പിക്കുന്നത്. ഇത് ഒരു രീതിയാണ്. മറ്റൊന്ന്, ഇവരെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം പ്രദേശത്തിൽ തന്നെ പൗരന്മാരായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. പൗരന്മാരായിട്ട് അവരെ ആ നാട്ടിൽ, ആ പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കുമ്പോൾ മുസ്ലിം പൗരന്മാർക്ക് ഉള്ള സക്കാത്തോ സദഖയോ പോലെയുള്ള ബാധ്യതകളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. മറിച്ച് ഇവര് ഒരു ജിസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നികുതി നൽകാൻ ബാധ്യസ്ഥരായിരിക്കും. ഇത്തരം ആളുകളെ ദിമ്മികൾ എന്നാണ് പറയുക ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ. ഇസ്ലാമിക സമൂഹത്തില് അവിടെ താമസിക്കാൻ ഈ വിധത്തില്
അനുവാദം നൽകിക്കൊണ്ട് മുസ്ലിം അല്ലാതെ തന്നെയായി അവിടെ ജീവിക്കുകയാണ്. അവര് സാധാരണ പൗരന്മാർ. പുതിയ നമ്മുടെ കാലഘട്ടത്തിലെ രാഷ്ട്രമീമാംസാ തത്വങ്ങളോ അല്ലെങ്കിൽ അത്തരം നിയമങ്ങളോ ഒക്കെ വളരെ സമീപകാലത്തൊക്കെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പിന്നിട്ട 1-2 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഇത്തരം സ്റ്റേറ്റ് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചില രീതികളും നിയമങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ആധുനിക ലോകത്ത്. എന്നാൽ ഇസ്ലാം വളരെ പൗരാണികമായ കാലത്ത് തന്നെ ചില അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം പ്രദേശത്ത് അവരെ പൗരന്മാരായിട്ട് ജീവിക്കാൻ അവർക്ക് അനുവാദം നൽകാം. പക്ഷെ അവര് ജിസിയ, സക്കാത്തിനും സദഖക്കും ഒക്കെ പകരമായി രാജ്യത്തിന്റെ സുരക്ഷിതത്വവും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്ന നിലയ്ക്ക് തന്നെ ഒരു നികുതി കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ നികുതി നൽകിക്കൊണ്ട്, അത് 2 തരത്തിലുള്ള നികുതിയുണ്ട്. ഒന്ന്, അവര് രാജ്യത്തെ പൗരന്മാരായി ജീവിക്കുന്നു എന്ന വിധത്തിലുള്ള നികുതിയാണ്. മറ്റൊന്ന്, അവരുടെ ഉടമസ്ഥതയിൽ ഉള്ള ഭൂസ്വത്തിന്റെ പേരിലുള്ള ഒരു നികുതിയാണ്. അത് വേറെ പല നിലക്കുമാണ് മുസ്ലിം പൗരന്മാരോട് ഈടാക്കുന്നുണ്ടാവുക. സക്കാത്തും സദഖയുമായിട്ട് അഡീഷണൽ ആയിട്ട് ചിലപ്പോ അവർ വഹിക്കേണ്ട ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ അത് വേറെയും ഉണ്ടാവും. അത് മുസ്ലിം പൗരന്മാരുടെ കാര്യത്തിലുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരാതെ തന്നെ മുസ്ലിം പ്രദേശത്ത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ താമസിക്കാൻ അനുവാദം നൽകപ്പെട്ട ഈ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകൾ, അവര് ഒരു ടാക്സ് ഗവൺമെന്റിന് നൽകേണ്ടതുണ്ട്. അതാണ് ജിസിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേറെ ഒന്ന്, യാതൊരു വിധത്തിലുള്ള മോചനദ്രവ്യവും നൽകാതെ, പ്രതിഫലമൊന്നും ആവശ്യപ്പെടാതെ തന്നെ അവരെ വിട്ടയക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും ഉദാരമായ ഒരു സമീപനം തടവുകാരോട് ഇങ്ങനെയാണ്. ചില ആളുകളെ അങ്ങനെ വളരെ ഉദാരമായ സമീപനം എടുത്തുകൊണ്ട് വിട്ടയക്കപ്പെട്ട സംഭവങ്ങൾ ഇസ്ലാമിന്റെ യുദ്ധഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത് കാണാൻ സാധിക്കും. അപ്പോ ഈ വേറെ ഒന്ന്, യുദ്ധ തടവുകാരായിട്ട് മുസ്ലിം പടയാളികൾ ശത്രുക്കളുടെ കൈകളിലായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, തടവുകാരെ കൈമാറ്റം ചെയ്യുക. മുസ്ലിം തടവുകാരെ വിട്ടുകിട്ടാൻ വേണ്ടി പകരമായി ഈ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് പിടിക്കപ്പെട്ട തടവുകാരെ പകരം നൽകിക്കൊണ്ട് തടവുകാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. ഈ മോചനദ്രവ്യം ഈടാക്കുക എന്ന് പറയുന്നത് 3 രീതിയിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സാമ്പത്തികമായ പ്രതിഫലം, സമ്പത്ത് തന്നെ അവരോട് ഈടാക്കുക എന്നതാണ്. എന്നിട്ട് സാമ്പത്തികമായ ഒരു പേയ്മെന്റ് അവരെ കൊണ്ട് നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് സ്വീകരിച്ച് അവരെ വിട്ടയക്കുക എന്ന രീതിയാണുള്ളത്. മറ്റൊന്ന്, പലപ്പോഴും ഈ മോചനദ്രവ്യം സാമ്പത്തികമായ രീതിയിൽ നൽകാൻ കഴിയാത്ത തടവുകാരുണ്ടാവും. അത്തരം ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സേവനം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം നേടാൻ, അവരെ മോചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയത് കാണാൻ കഴിയും. ബദറിൽ പിടിക്കപ്പെട്ട മക്കക്കാരായ ശത്രുക്കളിൽപ്പെട്ട പലരും മദീനയിലെ അൻസാറുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു സേവനം ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ആ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം നൽകുക എന്ന രീതി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബദറിൽ പിടിക്കപ്പെട്ട പലരും അങ്ങനെ ഒരു മോചനം നേടുകയുണ്ടായ ആളുകളുണ്ട്.
മദീനയിലെ അൻസാറുകളിൽപ്പെട്ട പല ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായ പലരെയും അവർക്ക് അക്ഷരാഭ്യാസം നൽകുക, അവരെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതായിരുന്നു അവരിൽ നിന്ന് ഈടാക്കുകയുണ്ടായ സേവനം. അതുപോലെ ഈ തടവുകാർക്ക് പകരമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തടവുകാർക്ക് പകരമായി തടവുകാരെ നൽകുക എന്ന രീതി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഗവൺമെന്റിന്, ഭരണകൂടത്തിന് ഉചിതമായി തോന്നുന്ന ഏത് രീതിയും ഇക്കാര്യത്തിൽ അവരുടെ മോചനദ്രവ്യമായി പരിഗണിച്ചുകൊണ്ട് അവരെ വിട്ടയക്കാവുന്നതാണ്. ഇതാണ് ഈ സംബന്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടീസ് ചെയ്ത രീതികൾ വെളിപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊന്ന്, യുദ്ധത്തടവുകാര്, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശത്രുപക്ഷത്തു നിന്നുള്ള ആളുകൾ അവര് പിടിക്കപ്പെടുന്നതോടുകൂടി ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവര് ഭരണകൂടത്തിന്റെ സർക്കാരിന്റെ തടവിലായിട്ടാണ് അവരുണ്ടാവുക. അവരുടെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാതെ അവരെ പിടികൂടുന്ന യോദ്ധാക്കളുടെയോ, അത് ആണായാലും പെണ്ണായാലും പിടികൂടുന്ന യോദ്ധാക്കളുടെ നിയന്ത്രണത്തിലല്ല. ഭരണകൂടം അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അതാണ് അതിന്റെ രീതി. പിന്നീട് പല രീതിയിലും അവരെ കൈകാര്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ചിലർ മുസ്ലിം യോഗ്യരായ മുസ്ലിം പ്രജകളുടെ അല്ലെങ്കിൽ മുസ്ലിം പൗരന്മാരുടെ സേവകന്മാരായിട്ട് അവരെ ഏൽപ്പിക്കുന്നൊക്കെ രീതികളുണ്ട്. അപ്പൊ അത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്നവര് മുസ്ലിം ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തില് അല്ലെങ്കിൽ അവരുടെ ബന്ദികളായിട്ടാണ് ഉള്ളതെങ്കിൽ ആ ഘട്ടത്തില് അവരുടെ താമസം, ആഹാരം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വം ഭരണകൂടം തന്നെയാണ് നിർവഹിക്കേണ്ടത്. അത് സമൂഹത്തിന്റെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതാവശ്യങ്ങൾ, ഭക്ഷണവും വസ്ത്രവും അതുപോലെ താമസിക്കാനുള്ള ഇടവും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുക എന്നത് ആ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാക്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ട ഇതിസം തടവുകാരുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ. അവരെ പട്ടിണിക്കിടാൻ പാടില്ല. സർക്കാരിന്റെ ഉടമസ്ഥതയിലായാലും വ്യക്തികളുടെ ഉടമസ്ഥതയിലായാലും അവർക്ക് മാന്യമായ രീതിയിൽ അവരുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ഉറപ്പുവരുത്തണം. അവരെ നഗ്നരാക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല, ഇതിനൊന്നും അനുവാദമില്ല. നന്നായിട്ട് വർത്തിക്കണം അവരോട്, ഏറ്റവും നല്ല രീതിയിലാണ് അവരോട് പെരുമാറേണ്ടത്. ആതിഥ്യ മര്യാദ കാണിച്ചുകൊണ്ട് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. ഇതിന് ധാരാളം ചരിത്ര സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതില് ചിലര് ഇസ്ലാം സ്വീകരിച്ച ആ ഉടനെ ആയിരിക്കും ചിലപ്പോ മുസ്ലിം പടയാളികളുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടാകുക, ബന്ദികളായിട്ട് വന്നിട്ടുണ്ടാകുക. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ യുദ്ധത്തിനിടക്ക് തന്നെ ഒക്കെ ആയിട്ട് അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ബന്ദികളായിട്ട് ശത്രുപക്ഷത്തു നിന്നുള്ള ബന്ദികൾ എന്ന നിലക്ക് പിടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവരെ തടവുകാരായി നിർത്താൻ പാടില്ല, അവരെ വിട്ടയക്കണം. ഇതാണ് നിർദ്ദേശം. എന്നാൽ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് ഇവർ ഇസ്ലാം സ്വീകരിക്കുന്നതെങ്കിൽ ഈ ഒരു പരിഗണന നൽകാൻ പാടില്ല. അതിന് ബാക്കി തടവുകാരുടെ കാര്യത്തിലുള്ള അതേ നടപടി തന്നെയാണ്. പിന്നീടാണ് അവരുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ സാധ്യമാവുക. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ എന്നുള്ള നിലക്കുള്ള പരിഗണന അത് ചിലപ്പോൾ ചതിപ്രയോഗത്തിന് വേണ്ടിയൊക്കെ ഇസ്ലാം സ്വീകരിച്ചവരായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ആ നിലക്ക് അഭിനയിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിരിക്കണം ആ ഇളവ് അവർക്ക് നൽകപ്പെടാത്തത്. അതുപോലെ പിടിക്കപ്പെട്ട ആളുകളെ ഇപ്പോ നമ്മള് ഗൊണ്ടാനമോ തടവറയിലൊക്കെ തടവുകാരെ പാർപ്പിച്ച് വർഷങ്ങളോളം 10-15 വർഷങ്ങളൊക്കെ താമസിപ്പിച്ച സംഭവങ്ങൾ നമുക്കറിയാം.
അങ്ങനെയുള്ള രീതിയിൽ തടവിലിടുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ദീർഘമായ അനന്തമായ തടവറ വാസം എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് ഹ്യൂമൻ പൊട്ടൻഷ്യൽസിനെ നശിപ്പിക്കുന്നതും പ്രയോജനരഹിതമാക്കി മാറ്റുന്നതും അവരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒക്കെ ഒരു കാര്യമാണ്. താൽക്കാലികമായ ഒരു സംഗതിയാണ് തടവറ എന്ന്. ഈ ദീർഘകാലം തടവിലിടുക എന്ന് പറഞ്ഞ ഒരു പരിപാടി യുദ്ധ തടവുകാരുടെ കാര്യത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അവരെ കൊണ്ട് അതുപോലെ താങ്ങാനാവാത്ത കടുത്ത ഭാരമുള്ള തൊഴിലെടുപ്പിക്കുക എന്നുള്ളതും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അവരെ ശത്രുപക്ഷത്തുള്ള മുസ്ലിം തടവുകാരുമായി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത തുറന്നു വരുന്നില്ലെങ്കിൽ, ഇങ്ങനെ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ മുസ്ലിം സമൂഹത്തിലെ ചുമതലാബോധമുള്ള ആളുകൾക്കിടയിൽ അവരുടെ ഭൃത്യരായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അതിന് ഇസ്ലാം അടിമകൾ എന്ന പദമല്ല ഉപയോഗിക്കുന്നത്, വലത് കൈ ഏറ്റുവാങ്ങിയിട്ടുള്ളവർ എന്നുള്ള നിലക്കാണ്. വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. വിവാഹമൊക്കെ പോലെ തന്നെയുള്ള ഒരു ഉത്തരവാദിത്വവും ചുമതലയുമായിട്ടാണ് ഈ വലത് കൈയിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ. അതുകൊണ്ട് പല സഹാബിമാരും തങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് പോലും വേണ്ട ഭക്ഷണം ലഭ്യമല്ലാതിരുന്ന ഘട്ടത്തില് അവരുടെ കീഴിലുണ്ടായിരുന്ന ഇത്തരം തടവുകാരെ, വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകളെ അവർക്ക് വേണ്ട ഭക്ഷണം നൽകുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ വലിയ ജാഗ്രത കാണിച്ചു. കാരണം അത് ചോദ്യം ചെയ്യപ്പെടുന്ന, അള്ളാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരുന്ന വിഷയം തന്നെയായിട്ടാണ് അവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തങ്ങളുടെ കീഴിലുള്ള ഭൃത്യരായി തങ്ങളുടെ കീഴിലെത്തിയിട്ടുള്ള യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ള സംഗതികൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരെയാണോ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ മറ്റൊന്ന്, ഉദാര സമീപനം എന്നതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന മറ്റൊരു സംഗതി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് അവർ ഇസ്ലാമിക സമൂഹത്തിലെ പ്രജകളാക്കി മാറ്റുക എന്നതാണ്. അവര് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ജീവിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ളവരെയാണ് ദിമ്മികൾ എന്ന് പറയാം. അവര് പക്ഷെ ഭരണകൂടത്തിന് മുസ്ലിം പ്രജകള് സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നതിന് ആ വിധത്തിൽ ഇവർ കൊടുക്കാൻ കഴിയില്ല. അവരുടെ അടുത്ത് നിന്ന് സക്കാത്തോ സദഖയോ ഈടാക്കൂല. പക്ഷെ ഒരു ടാക്സ് അവര് നൽകേണ്ടതുണ്ട്. ഈ ടാക്സ് സംബന്ധമായി ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞന്മാര് അതൊരു കാരണവശാലും മുസ്ലിം പ്രജകള് നൽകുന്ന സക്കാത്തിനോളം എത്താൻ പാടില്ല എന്നതാണ് പാലിക്കപ്പെടുന്ന നിർദ്ദേശം. ഫുഖഹാക്കളുടെ അത് സംബന്ധമായ കൺക്ലൂഷൻ അങ്ങനെയാണ്. ഒരു കാരണവശാലും മുസ്ലിം പ്രജകൾ നൽകുന്ന സക്കാത്തോ സദഖയോ പോലെയുള്ള ബാധ്യതയായിട്ട് ഇതുണ്ടാവില്ല. ഇതൊരു നോമിനലായ അവരുടെ ഒരു വിധേയത്വം ഉറപ്പുവരുത്തുന്ന, അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണ്. അത് പലരും ആവശ്യത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതൊക്കെ കാണാൻ കഴിയും. വലിയ തെറ്റിദ്ധാരണ ജിസിയ എന്നൊരു ഭീതിപ്പെടുത്തുന്ന ടാക്സ് എന്നുള്ള നിലയ്ക്ക്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം സമൂഹത്തിലെ ഏത് മുസ്ലിം പൗരനും ഭരണകൂടത്തെ ഏൽപ്പിക്കേണ്ട സക്കാത്ത് സദഖ ബാധ്യതകളും അങ്ങനെയുള്ള യാതൊരു ബാധ്യതകളും ഈ ദിമ്മികളായ ആളുകൾക്കില്ല. എന്നാൽ അവര് നിശ്ചയിക്കപ്പെട്ട ഒരു ടാക്സ് നൽകാൻ ബാധ്യസ്ഥരാണ്. അതൊരിക്കലും തന്നെ ഈ മുസ്ലിം പ്രജകൾ നൽകേണ്ട സക്കാത്തിനോളം വരാൻ പാടില്ല എന്നതുമാണ് നിർദ്ദേശം. അപ്പോ ഇങ്ങനെ തടവുകാരായി പിടിക്കപ്പെടുന്ന ആരെയും ദിമ്മിയായിട്ട് പരിഗണിക്കാവുന്നതാണ്. അവരുടെ ഉത്തരവാദിത്തം ഞാൻ സൂചിപ്പിച്ചു. വേറെ ഒന്ന്,
ഈ തടവുകാരോട് കാണിക്കേണ്ട ഔദാര്യത്തിന്റെ മറ്റൊരു ഉദാരമായ സമീപനത്തിന്റെ മറ്റൊരു ചിത്രം ഈ മോചനദ്രവ്യം തന്നെ വാങ്ങാതെ വിട്ടയക്കുക എന്നുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു, നേരത്തെ അത് പറയുകയുണ്ടായി. അത് ചില ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അങ്ങനെ മോചനദ്രവ്യം തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് വിട്ടയക്കുന്ന നടപടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ അതിലുണ്ട്. ചരിത്രത്തില് ഇപ്പം സഫാന ബിൻത് ഹാത്തിമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടയച്ച രീതി, അതുപോലെ വേറെയും പലരുടെയും കാര്യത്തില് ഈ മോചനദ്രവ്യം പോലും വാങ്ങാതെ വിട്ടയച്ച നടപടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ തടവിലാക്കപ്പെടുന്ന ആളുകളുടെ നിലപാടുകളും അവരുടെ സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്. ഇസ്ലാമിനോടുള്ള, മുസ്ലിം സമൂഹത്തോടുള്ള ശത്രുതയും പകയും ഒക്കെ അവരുടേത് വർദ്ധിക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള നടപടികളല്ല, മറിച്ച് അത് ഒന്ന് സോഫ്റ്റൻഡ് ആക്കാൻ, അതൊന്ന് മിറ്റിഗേറ്റഡ് ആയി അതൊന്ന് കുറഞ്ഞു വരുന്ന വിധത്തിൽ ആക്കുന്ന ഉദാരമായ സമീപനങ്ങൾ ഔചിത്യം പോലെ സ്വീകരിക്കാൻ ഇസ്ലാമിക ഭരണകൂടത്തിനും അതുപോലെ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അതിനുള്ള ഒരു സ്പേസ് അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ മോചനദ്രവ്യമായി ഈ പണം അല്ലെങ്കിൽ മൂല്യമുള്ള സംഗതി വാങ്ങിച്ചുകൊണ്ട് തടവുകാരെ വിട്ടയക്കുന്ന ഒരു സംഗതി, അത് തന്നെ വളരെ താങ്ങാൻ കഴിയാത്ത വലിയ തുകയൊന്നും ഈടാക്കുന്ന രീതി ആയിരുന്നില്ല. അന്ന് പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്ന രീതി 1000 മുതൽ 4000 വരെ ദിർഹമാണ് അവരുടെ അടുക്കൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ സേവനം ചെയ്യിച്ചുകൊണ്ട് വിട്ടയക്കുക എന്ന് പറഞ്ഞ ഒരു സേവനം തന്നെ അവരുടെ മോചനദ്രവ്യമായി കണ്ടുകൊണ്ട് വിട്ടയക്കുന്ന രീതി സ്വീകരിക്കപ്പെട്ടിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ബദറില് പിടിക്കപ്പെട്ട ചിലര്, അൻസാറുകളിൽ ചിലരെ അക്ഷരാഭ്യാസം നൽകിക്കൊണ്ട് അവരെ എഴുത്തും വായനയും പഠിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ അവര് ആ തടവുകാര് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മോചനം നേടുകയുണ്ടായിട്ടുള്ളത്. അതുപോലെ പരസ്പരം കൈമാറുന്ന രീതി, ഇങ്ങനെ ഇതൊക്കെയാണ് ഈ യുദ്ധത്തടവുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന രീതികൾ. അപ്പോ ഈ ആയത്തില് നമ്മൾ ഇന്ന് രണ്ടാമതും ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ള ഫൈദാ ലഖീതുമുൽ ലദീന കഫറൂ ഫദർബ റിഖാബ് ഹത്താ ഇദാ അസ്ഖൻതുമൂഹും ഫശുദ്ദുൽ വസാഖ് ഫഇമ്മാ മന്നൻ ബഅദു വഇമ്മാ ഫിദാഅൻ ഹത്താ തളഅൽ ഹർബു ഔസാറഹ ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم. ഇതാണ് 4ാമത്തെ ആയത്ത്. ഈ ആയത്തില് അള്ളാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ യുദ്ധത്തിന്റെ ഏറ്റുമുട്ടൽ രംഗത്ത് നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ മുതുകിന് തന്നെ, അവരെ പെരടിക്ക് തന്നെ വെട്ടുക, അവര് നിയന്ത്രണത്തിലാകുന്നത് വരെ, അങ്ങനെ അവര് നിയന്ത്രണത്തിൽ കീഴ്പ്പെട്ടവരായി മാറിയാൽ അവരെ തടവുകാരായി പിടികൂടുക. അങ്ങനെ തടവുകാരായി പിടികൂടപ്പെടുകയാണെങ്കിൽ അവരോട് മാന്യമായ ഔദാര്യപൂർവമായ സമീപനം സ്വീകരിക്കുക. അത് അല്ലെങ്കിൽ അവരോട് പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഈ റാൻസം സ്വീകരിച്ചുകൊണ്ട്, മോചനദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് അവരെ വിട്ടയക്കുക. ഇതാണ് അത് സംബന്ധമായ നിർദ്ദേശം. അതിന്റെ ചില വിശദാംശങ്ങളാണ് ഞാൻ ഇന്നിവിടെ നൽകുകയുണ്ടായത്. അതുപോലെ യുദ്ധം അതിന്റെ
ഭാരം ഇറക്കി വെക്കുന്നത് വരെ, അല്ലെങ്കിൽ യുദ്ധത്തിന് ശമനമുണ്ടാകുന്നത് വരെ, ശമിക്കുന്നത് വരെ ഈ ഒരു രീതിയാണ് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. ശത്രുക്കളുമായുള്ള പോരാട്ടം എന്നത് അള്ളാഹുവിന് അവരോട് നേരിട്ട് പ്രതികാരം എടുത്തുകൊണ്ട് വേണ്ടെന്ന് വെക്കാനൊക്കെ വേണമെങ്കിൽ കഴിയും. പക്ഷെ അള്ളാഹു ചെയ്യുന്നില്ല. ശത്രുക്കളുമായി വിശ്വാസികള് ഏറ്റുമുട്ടുക എന്നത് അള്ളാഹു വിശ്വാസികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അള്ളാഹുവിന് സമർപ്പണ ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് നിലകൊള്ളുന്നു, പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് വെളിപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് അള്ളാഹു ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ സാഹചര്യം ഒരുക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള സംഗതി. അവര് അള്ളാഹുവിനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നത് അതിന്റെ പേരിൽ പ്രയാസം കാണിക്കാത്തവരായി, അത് സന്തോഷകരമായ ഒരു സംഗതിയായിട്ട് അതിനെ സ്വീകരിക്കുന്നവരായി അവര് സ്വയം അത് ബോധ്യപ്പെടുത്തുന്നതിനും അത് ജീവിതത്തിൽ കാണിക്കുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സംഗതി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ വധിക്കപ്പെടുന്ന ആളുകൾ ഫലൻ യുളില്ല അഅ്മാലഹും, അവരുടെ കർമ്മങ്ങളൊന്നും തന്നെ അള്ളാഹു പാഴാക്കുകയില്ല. അത് പാഴായി പോയതായി അല്ലെങ്കിൽ വെറുതെയായി നഷ്ടമായി എന്ന് അവർക്ക് അവരുടെ ഒരു കർമ്മത്തിന്റെ പേരിലും കരുതേണ്ടി വരില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ പരിണതി ഏറ്റവും ഉത്തമമായതാക്കി അള്ളാഹു മാറ്റും. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുദ്ഖിലുഹുമുൽ ജന്ന, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അറഫഹാലഹും, അവർക്ക് നേരത്തെ വിവരിച്ചു കൊടുത്തിട്ടുള്ള തരം ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.